ഹലോ ഗായ്സ്, ഈ ഒരു ഐറ്റത്തോടുകൂടി നമ്മുടെ ഇത്തവണത്തെ മാങ്ങ വിഭവങ്ങൾക്കെല്ലാം വിട പറയുകയാണ്. ഇന്ന് ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട്, എസ്പെഷ്യലി നമ്മുടെ ദിലീപിൻ്റെ ഒരു വീഡിയോയിൽ കണ്ട് എനിക്ക് കൊതി വന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എന്താണെന്നല്ലേ, മാങ്ങാപ്പുട്ട്. ശരിക്കും പറഞ്ഞാൽ കുക്കിങ്ങിലൊന്നും വലിയ എക്സ്പെർട്ട് അല്ലാത്ത ഞാൻ എന്ത് സാധനങ്ങളും, എസ്പെഷ്യലി വീഡിയോ ഒക്കെ കണ്ടിട്ട് കുക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ആകെ മൊത്തം ടെൻഷനായിരിക്കും കേട്ടോ, ഇത് ഫ്ലോപ്പ് ആകുമോ എന്നുള്ളത്. എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമ്പിനേഷൻ തന്നെയാണ് അല്ലേ. മാങ്ങയും പുട്ടും. കുഞ്ഞിലേ മുതൽ നമ്മൾ പുട്ടൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത്, മാങ്ങ സീസണൊക്കെ ആണെങ്കിൽ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ പുട്ടൊക്കെ മാങ്ങയും കൂട്ടി തിന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ നമുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കോൺഫിഡൻറ്റോടുകൂടിയാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് മധുരത്തിന് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് അരിപ്പൊടി എടുത്തോട്ടെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയല്ല, ഞാനിവിടെ ചോളം പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, എനിക്ക് ചോളം പുട്ടുപൊടിയാണ് അരിപ്പൊടിയേക്കാളും കൂടുതൽ ഇഷ്ടം. അത് മാത്രമല്ല, മാങ്ങയുടെ ഒരു ചെറിയ കളറുകളുണ്ട്. മാങ്ങാപ്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. അതിൻ്റെ കൂടെ നല്ല രീതിയിൽ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ ആ ഒരു പ്യൂരി നല്ല രീതിയിലൊന്ന് നനച്ചെടുക്കുക. പുട്ട് നനയ്ക്കുന്ന പാകമൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതിനുശേഷം ഒരു 5 to 10 മിനിറ്റ്സ് മാറ്റി വെക്കുക. ഇത് നമ്മുടെ പുട്ട് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആവാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനിയിപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചിരട്ടപ്പുട്ടാണ് കേട്ടോ. ചിരട്ടപ്പുട്ടിൻ്റെ ഈ ഒരു പാത്രത്തിലേക്ക് നല്ല രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത മാങ്ങയും കൂടി ഇട്ട്, അതിനുശേഷം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് നമ്മൾ വേവിക്കാൻ വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പുട്ട് ശരിക്കും പറഞ്ഞാൽ പഴമോ അല്ലെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി നമ്മുടെ മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്. ഓക്കെ എന്നൊക്കെ പറയാം. എന്താണെങ്കിലും എന്നെ പോലെ മാങ്ങ ലവേഴ്സിനും പുട്ട് ലവേഴ്സിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും